എം.എൽ.എയുടെ കിക്കും മാഷിന്റെ സേവും. ഈ മാച്ച് ഇന്ന് എവിടെ നടന്നെന്നറിയോ? എം.എൽ.എ ഫണ്ട് കൊണ്ട് നവീകരിച്ച നമ്മുടെ സ്വന്തം ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിലെ കളിസ്ഥലത്താണ് കേട്ടോ. ഒരു നാട് മുഴുവൻ കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തേത്. അതിന്റെ സന്തോഷമാണ് നമ്മുടെ എല്ലാവരെയും മുഖത്ത് കാണുന്നത് കേട്ടോ. സത്യം പറഞ്ഞാല് ഇത് നാടിന്റെ മൊത്തത്തിലുള്ളൊരു ആവശ്യമായിരുന്നു. നമ്മുടെ പഞ്ചായത്തിലെ സ്വന്തമായിട്ടൊരു കളിസ്ഥലം. ചെറിയ കുട്ടികൾ പോലും മദ്യവും മയക്കുമരുന്നും മറ്റു ലഹരികളൊക്കെ തേടി പോകുന്ന ഈ ഒരു കാലഘട്ടത്തില് നമ്മുടെ യുവത്വത്തെ കായിക മേഖലയിൽ പിടിച്ചു നിർത്താൻ വേണ്ടി സർക്കാർ പ്രത്യേകം ചെലുത്തുന്ന ശ്രദ്ധയുടെ ഒരു ഭാഗമാണ് കേട്ടോ ഇത്തരത്തിലുള്ള കളിസ്ഥലങ്ങൾ. നമ്മളെ എം.എൽ.എയോട് സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഒറ്റപ്പാലം മണ്ഡലത്തിൽ മാത്രമായിട്ട് 7ഓളം കളിസ്ഥലങ്ങൾ ഉണ്ടെന്നാണ്. ഒ പി എന്ന് പറയുന്ന വലിയൊരു വിഷന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇതുപോലൊരു കിടിലൻ പ്ലേ ഗ്രൗണ്ട് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. വൺ പഞ്ചായത്ത് വൺ പ്ലേ ഗ്രൗണ്ട് എന്നുള്ള ഒരു ആശയം നമ്മൾ മുൻ പഞ്ചായത്ത് മെമ്പർ അനിലേട്ടനും അതുപോലെ കഴിഞ്ഞ ഭരണസമിതിയും കൂടെ എം.എൽ.എയോട് ആവശ്യപ്പെട്ടതായിരുന്നു കേട്ടോ നമ്മുടെ കളിസ്ഥലം നവീകരിക്കുക എന്നുള്ളത്. നമ്മൾ എം.എൽ.എക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആളുകൾക്ക് ഉപകാരമുള്ള അല്ലെങ്കിൽ നാടിന് വികസനമുള്ള എന്തൊരു ആവശ്യമായിട്ട് എം.എൽ.എ സമീപിച്ചാലും നോ എന്നൊരു വാക്ക് അവിടെ നിന്ന് വരില്ല. 5 വർഷം മുന്നേ ജനപ്രതിനിധികളെ എല്ലാം വിളിച്ചു വരുത്തി അവരുടെ ഈ പഞ്ചായത്തിൽ ആവശ്യമായ കാര്യങ്ങളൊക്കെ എം.എൽ.എ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ എം.എൽ.എയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ, അതായത് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി അതിന്റെ മേലെ കാര്യങ്ങളും കൂടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ കളിസ്ഥലത്തെ കുറിച്ച് എം.എൽ.എക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. പ്രിയമുള്ളവരെ, സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ ആദ്യ പരിപാടി നമ്മുടെ ലക്കിടിപേരൂർ പഞ്ചായത്തിന്റെ കളിസ്ഥലം 1 കോടി രൂപ ചെലവിൽ നവീകരിച്ചതിന്റെ ഉദ്ഘാടനമായിരുന്നു. നാടാകെ സന്തോഷത്തിലാണ് അതിനെ ഏറ്റെടുത്തത്. വിശേഷിച്ചും യുവാക്കൾ നാടിന്റെ കായിക സംസ്കാരത്തെ മുറുകെ പിടിക്കുന്ന മട്ടിൽ ഏറ്റവും മികച്ച ഒരു കളിയിടം കിട്ടിയ സന്തോഷത്തിലാണ്. ഒറ്റപ്പാലം മണ്ഡലത്തിൽ എം.എൽ.എ എന്ന നിലയിൽ പ്രവൃത്തി ആരംഭിച്ച് പൂർത്തീകരിച്ച മറ്റ് 2 കളിസ്ഥലങ്ങൾ കൂടിയുണ്ട്. ഒന്ന് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കളിസ്ഥലമാണ്, മറ്റൊന്ന് പൂക്കോട്ടുകാവ് പഞ്ചായത്തിന് കളിസ്ഥലമില്ലാത്തത് കൊണ്ട് ആ പഞ്ചായത്തിലെ സർക്കാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ട് കളിസ്ഥലമായി 1 കോടി രൂപ ചെലവിൽ നവീകരിച്ചു. ഇത് 3ാമത്തെ കളിസ്ഥലമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്ത ലക്കിടിപേരൂരിലേത്. ഒരു 2-3 ദിവസത്തിനകം അമ്പലപ്പാറ കളിസ്ഥലവും നമ്മൾ നാടിന് സമർപ്പിക്കാൻ പോവുകയാണ്. 1 കോടി രൂപയുടെ കളിസ്ഥലം. മറ്റ് 4 കളിസ്ഥലങ്ങൾ കൂടി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അവയും നമുക്ക് പൂർത്തീകരിക്കാനാവും. നമ്മുടെ സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം ഒറ്റപ്പാലം ഡെഫ് സ്കൂളിൽ നമ്മൾ അതിൻ്റെ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാർ, നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള യുവത്വം മറ്റൊരു നിലയിലേക്കും വഴിതെറ്റിപ്പോകാതെ അവരെ സ്പോർട്സാണ് ലഹരി എന്ന സന്ദേശത്തിൻ്റെ കൂടെ നിർത്താനുള്ള പരിശ്രമം കൂടിയാണ് ഇന്നിവിടെ കാണുന്ന ഇത്തരം കൂട്ടായ്മകളിലെല്ലാം കാണുന്ന സന്തോഷത്തിൻ്റെ ഭാഗം എന്ന് തിരിച്ചറിയുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. അങ്ങനെ ഒരു ഗംഭീര ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കളിസ്ഥലം പൊതുജനങ്ങൾക്കായി വിട്ടു നൽകിയിട്ടുണ്ട് കേട്ടോ.